നമ്മൾ കേളകത്തെത്തി. കേളകം ടൗണ്. ഇത് മലയോര പ്രദേശത്തെ ഒരു അത്യാവശ്യം ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് കേളകം. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുള്ളതാണ് സ്ഥലം. അതായത് സതീദേവി ദക്ഷയാഗം കാണാൻ പോകുമ്പോൾ ശിവന്റെ വാഹനായ കാളേനെ അയച്ച സ്ഥലം, കാളേനെ കിട്ടിയ സ്ഥലം എന്നാണ്, അങ്ങനെ എങ്ങാനാന്നില്ലേ. അതാണ് കേളകം ആയി രൂപാന്തരപ്പെട്ടത്. നേരെ മുമ്പിൽ കാണുന്ന മലയാണ് പാലുകാച്ചി മല. പാലുകാച്ചി മലേന്റെയും ഐതിഹ്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇപ്പൊ കേളകം കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് കൊട്ടിയൂരിലേക്ക്. മുമ്പിൽ കാണുന്നതാണ് പാലുകാച്ചി മല. അപ്പോൾ ബിജു സാറെ ആ പുറകിലിരിക്കുന്നത് അപ്പൊ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മെയിൻ ആളാണ്. ഊരാള കുടുംബത്തിലുള്ള ഒരു അംഗമാണ്, ട്രസ്റ്റിയാണ്. മാനന്തവാടി, വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ കേളകം നമ്മൾ കഴിയും. അപ്പൊ ഇതാണ് നമ്മളിപ്പോ കൊട്ടിയൂർ എത്തിയ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ആയത് ബസ് സ്റ്റാൻഡ്. അപ്പൊ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി. അപ്പോൾ വൈശാഖോത്സവം ഇല്ലാത്ത സമയത്തുള്ള കൊട്ടിയൂരിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ക്ഷേത്രത്തിൽ ഇവിടെ ഒന്ന് തൊഴാം. നമ്മൾ പോകുമ്പോൾ ഒന്ന് തൊഴുതിട്ടാണ് പോവാ. അപ്പോൾ നമ്മളെ മുമ്പിൽ ഈ കാണുന്നതാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖോത്സവം ഇല്ലാത്ത സമയത്ത് ഒരു 2 മാസം കൊണ്ട് തുടങ്ങും. 2 മാസം കൊണ്ട് ഉത്സവം തുടങ്ങും. ഉത്സവം ഇല്ലാത്ത സമയത്ത് തൊഴുന്ന ക്ഷേത്രമാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇതാണ് അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള വഴി. അക്കരെ ക്ഷേത്രത്തിലേക്ക് വൈശാഖോത്സവം നടക്കുമ്പോൾ പോകാനുള്ള വഴിയാണിത്. നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറുന്നതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടില്ല, അതെ, മുതലാളി പറയുന്നുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് പെർമിഷൻ തന്നു നമ്മൾ മേലെ പോയിട്ട് ഒരു വ്യൂ പോയിന്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ റൂംസ് അവൈലബിൾ ആണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുന്നത്, അത് പണി പൂർത്തിയായിട്ടില്ല. പണി കഴിഞ്ഞു അല്ലേ, ഉദ്ഘാടനം കഴിഞ്ഞില്ല തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലെ എന്നുള്ള ദൃശ്യം എന്ന് പറഞ്ഞാൽ വാ, അടിപൊളി ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ. സൂപ്പർ കേട്ടോ, സൂപ്പർ. ഇപ്പോൾ കുറച്ച് വെയിലായിപ്പോയി. വൈകിട്ട് സമയത്ത് നല്ല കാഴ്ചയായിരിക്കുമായിരുന്നു. ബ്രഹ്മഗിരി മലനിര അല്ലേ ബിജു? അങ്ങ് പുറകിൽ കാണുന്ന മലേൻ്റെ അപ്പുറമാണ് തിരുനെല്ലി ക്ഷേത്രം എന്നെല്ലാം പറയുന്ന കേട്ടില്ലേ, പാവനാശിനി തിരുനെല്ലി ക്ഷേത്രം. അപ്പോൾ ഇത് നമ്മൾ വയനാട് ജില്ലയിലേക്ക് കടക്കാൻ പോകുന്ന അല്ലേ. വാ, സൂപ്പറായിരുന്നു. കാണേണ്ട ഒരു ദൃശ്യം തന്നെ അല്ലേ. നമ്മളെ നാടിന് ഇത്രയും മനോഹരമായ ദൃശ്യങ്ങളിൽ ഉണ്ടായിട്ടാണ് നമ്മൾ ഇവിടുന്ന് മലേഷ്യയും സിംഗപ്പൂരും ഇല്ലേ, തായ്ലൻഡിലെല്ലാം ഓടുന്നില്ലേ. ഇവിടെ കാണാൻ തന്നെ ഇത്ര മനോഹരമായ ദൃശ്യം. അണ കെട്ടാൻ വേണ്ടി ഇവിടെയായിരുന്നു തീരുമാനിച്ചത്. അത് ശരി. കാണുന്ന 2 മലകളെ തമ്മിൽ യോജിച്ചുകൊണ്ട് അണ കെട്ടിയിട്ട് ജലസേചനത്തിന്. അപ്പോൾ അത് ഭയങ്കര പദ്ധതിയായിരുന്നു. പക്ഷെ അത് ഡ്രോപ്പായി. അത് ശരി. ഏതായിരുന്നു പദ്ധതി? പദ്ധതിയായിരുന്നു. ഈ വാളാട് പദ്ധതിന്റെ അത് പിന്നെ ഇതാ ഇലക്ട്രിസിറ്റി പദ്ധതിയായിരുന്നു വാളാട്. അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കി വരുന്ന ജലത്തിനെ ഇങ്ങോട്ട് ചാടിച്ചിട്ട് ഇവിടെ അണ കെട്ടിയിട്ട് കണ്ണൂർ ജില്ലയില് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. വെള്ളത്തിന് അഗ്രികൾച്ചർ പ്രോജക്റ്റും മറ്റേത്. പക്ഷെ അത് നടന്നില്ല. അത് ഡ്രോപ്പ് ചെയ്തു. അതെയാ, നടന്നിരുന്നെങ്കിൽ അതൊരു വമ്പൻ പ്രൊജക്റ്റ് ആയിരുന്നു അല്ലേ. ഇന്നേക്ക് ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമായിരുന്നു അല്ലേ നമ്മളെ നാട്. നമ്മളെ രണ്ടാളെയും കൂടി അടുത്തെത്തി. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന ഭാഗത്തുള്ള അതിമനോഹരമായ ദൃശ്യം കണ്ട് ഈ ഒരു വ്യൂ പോയിന്റിൽ കയറി ഇത് കണ്ട്, ഇതൊരു പുതിയൊരു ബിൽഡിംഗ് ആണ്. ഹോട്ടൽ റൂംസ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഈ വഴി പോകുന്നവർക്ക് ഇവിടെ താമസിക്കാനുള്ള നല്ല ഒരു സൗകര്യമാണ് അല്ലേ ബിജു? തീർച്ചയായിട്ടും. വൈകുന്നേരം ഈ നമ്മളെ പ്രകൃതി ഭംഗിയിൽ ആസ്വദിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം അല്ലേ. ഇതാണ് ഇതിലുള്ള റൂംസ് കേട്ടോ, സിംഗിൾ റൂംസാണ്. അത്രേ വേണ്ടൂ അല്ലേ. ഇതിൽ പോകുന്നവർക്ക് ഒന്ന് താമസിക്കാനുള്ളൊരു ഇതിലുണ്ട്. ഹോട്ടലുണ്ട് തോന്നുന്നു അടിയിലല്ലേ. അടിയിൽ ഹോട്ടൽ, മേലെ റൂംസാണ്. അങ്ങോട്ടുണ്ടോ? ഇതിൻ്റെ പുറകിലെല്ലായിട്ട് റൂംസ് ഉണ്ട്. നല്ല പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക്
ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഒരു ദിവസം പാൽച്ചുരം എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്, പാൽച്ചുരം. അപ്പോൾ നമ്മൾ മാനന്തവാടിയിലേക്ക് വയനാട് ഡിസ്ട്രിക്റ്റിൽ കയറാൻ പോകുന്നു. അപ്പോൾ ഇവിടെ റോയൽ റൂംസ് ഉണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ്, താമസിക്കാൻ പറ്റിയ സ്ഥലം. റോഡിൻ്റെ ഒരു വളവിലാണ്, സൂപ്പർ. അങ്ങോട്ടേക്ക് ഒരു റിസോർട്ട് ഉണ്ടെന്നായത് പറഞ്ഞു. നമ്മളിപ്പോൾ വള്ളിയൂർക്കാവ് അമ്പലത്തിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ക്ഷേത്രത്തിൽ ഒന്ന് വൈകുന്നേരം വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം അല്ലേ? പണ്ട് നെല്ല് സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ ക്ഷേത്രമാണ്. പിന്നെ മോഹൻലാലിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, മോഹൻലാൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലത്തുള്ള ഫിലിം അത്. ആ സിനിമയിൽ ഇതുണ്ട്, അത് വള്ളിയൂർക്കാവ് കാണിക്കുന്നുണ്ട്. ഇത് അടിവാരം എന്ന് പറയുന്ന സ്ഥലമാണ്. അടിവാരം മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ അടിവാരം എന്ന് പറയുന്ന അടിവാരം അല്ലേ? അമ്പലത്തിലേക്ക് പോകുമ്പോൾ മാനന്തവാടിയിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുമ്പോഴുള്ള സ്ഥലം അടിവാരം അല്ലേ? അടിവാരം ഇവിടെയാണ് ട്രേഡ് ഫെയർ നടക്കുന്നത്. സർക്കസ്, അപ്പോളോ സർക്കസ് ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പരിപാടിയാണ്. അതെ, വള്ളിയൂർക്കാവ് ബോർഡുണ്ട്, വള്ളിയൂർക്കാവ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ക്ഷേത്ര ഉത്സവ കച്ചവടക്കാരാണ് രണ്ട് സൈഡിൽ. അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാം ഉത്സവത്തിനോടനുബന്ധിച്ച് 15 ദിവസം 14 ദിവസം മീനം 1 മുതൽ 14 വരെ. ഈ വഴിയാ പോകണം? നേരെ അമ്പലത്തിലേക്കല്ലേ പോവാം. അമ്പലത്തിലേക്ക് പോകണം. അത് വണ്ടി പോകുന്നത് നടന്ന് ഇവിടുന്ന് എത്രയുണ്ട് ക്ഷേത്രത്തിലേക്ക്? ആ കാട്ടിനുള്ളിൽ. അതെ. അപ്പൊ ഇതാണ്, അതെ, അതാണ് അബു സലീമിന്റെ ഹോട്ടൽ. അതെ, 1980 സിനിമാ നടൻ അബു സലീമിന്റെ ഹോട്ടലാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലാണ്. അതെ. അത് ഏതായിരിക്കും ഇതാണ് ബോച്ചേന്റെ ഷാപ്പിലെ കറിയും പാനീയവും കിട്ടുന്ന സ്ഥലം. ഇവിടുന്ന് 1.7 കിലോമീറ്റർ ദൂരെയാവും. നമുക്ക് നോക്കാലോ. ഇത് ബോച്ചെ 1000 ഏക്കറിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെയാണ് ബോച്ചേൻ്റെ പാനീയങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ചൂരൽമലയിലെത്തി. ഇതാണ് ചൂരൽമല ടൗൺ അല്ലേ? അപ്പോൾ ഇതാണ് പുഴ, ഇതാണ് ബേലിപ്പാലം. സൈന്യം വന്ന് നിർമ്മിച്ച ബേലിപ്പാലാണ് ഈ കാണുന്നത്. ഇതന്ന് തകർന്നടിഞ്ഞ ടൗണിൻ്റെ ബാക്കി പത്രമാണ് ഇതല്ലേ? ഈ ബിൽഡിങ്ങിലെല്ലാം പോയതാണ്. ഇതുണ്ടോ ഈ ബിൽഡിങ്ങിൽ മണ്ണ് ചളിയൊന്നും നിറഞ്ഞിട്ടുള്ള ഒരു സീന്. അപ്പം ഇതാ ഈ ഹൈറ്റിലെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഇതാ ചളിയൊന്നും നിറഞ്ഞ ആ ബിൽഡിങ്. ഇതേണ്ട തൂങ്ങി കിടക്കുന്ന ചൂരൽമല ടൗൺ. ബേലിപ്പാലം വരെ പോവാം. ബേലിപ്പാലം പട്ടാളം വന്നുണ്ടാക്കിയ ബേലിപ്പാലം എന്നാണ് ഇതിൽ പറയാം. ഇരുമ്പിന്റെ പാലം. കൺസ്ട്രക്റ്റഡ് ബൈ MEG സെൻട്രൽ ബാംഗ്ലൂർ. ലെങ്ത് 190 ഫീറ്റാണ്. ലോഡ് 24 CL. സ്പീഡ് 10 കിലോമീറ്റർ. 1 വെഹിക്കിൾ അറ്റ് എ ടൈം. അപ്പോൾ ഇതിൽ കാണിച്ച എലോയി ഉള്ള വാഹനങ്ങളും നോട്ട് അലൗഡായിട്ട്. വലിയ വാഹനങ്ങളൊന്നും ഈ പാലത്തിൽ കൂടെ പോകാൻ പാടില്ല. ചെറിയ വാഹനങ്ങൾക്ക് പോകാം. ഇതാണ് ബേലിപ്പാലം. അതെയാ, കാണുന്നതാണ് വെള്ളാർമല ഹൈസ്കൂൾ. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ അവസ്ഥയായത്. അതായത് മേലെ ഒരു കെട്ടിടമുണ്ട് അല്ലേ? ഒരു കെട്ടിടമുണ്ട്. താഴത്തെ എല്ലാം പോയില്ലേ?
ഇതിലായിരുന്നു പുഴ. അതെയോ? അടുത്ത മേലെയായി ആ, മണ്ണ് വന്ന് നിറഞ്ഞിട്ടില്ലേ? മുമ്പ് പഴയ പാലുണ്ടായിരുന്ന സ്ഥലമാണ്. ആ, അത് ഓർമ്മയുണ്ട് എനിക്ക്. നീ വന്നല്ലേ? ആ, അന്നേരം സ്ഥിരം വരുന്നല്ലേ ഇവിടെ സ്റ്റേഷനിൽ പണിയെടുക്കുന്നു അല്ലേ? അന്നേരം ഇവിടെ ഈ പാലം ചെറിയ പാല, ആ വലിയ അത്യാവശ്യം. ആ, പാലം കംപ്ലീറ്റ് ഒലിച്ചു വരുന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. ആർക്കും താമസക്കാർക്ക് പോവാല്ലേ? ബാക്കി ആർക്കും ഇല്ല. ആ, അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ഇവിടെ താമസക്കാർക്കും ഇല്ല. താമസക്കാരെ കംപ്ലീറ്റ് ഒഴിപ്പിച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? രാവിലെ പോകും, വൈകുന്നേരം തിരിച്ചു വരും അല്ലേ? ആ, എസ്റ്റേറ്റ് ജോലിക്കാരാണ്. മലയിൽ നിന്ന് നമ്മൾ തിരിക്കുവാണ്. കാരണം ഈ ബേലിപ്പാലത്തിൻ്റെ മറുവശത്തേക്ക് നമുക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇവിടെ പോലീസ് കാവലുണ്ട്. അവിടം വരെ നമുക്ക് അനുവാദമുള്ളൂ, അങ്ങോട്ടേക്ക് അനുവാദമില്ല. അവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കും പോകാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ചൂരൽമല ടൗണിനോട് നമ്മൾ വിട പറയാമെന്ന്. ഇതാണ് ചൂരൽമല ടൗൺ. കേരളത്തിൽ നടക്കിയ അതിഭീകരമായ ഉരുൾപൊട്ടൽ സാക്ഷ്യം വഹിച്ചൊരു നഗരമാണ്. നഗരമല്ല, ഒരു ഗ്രാമം, ചെറിയൊരു ഗ്രാമം. മുപ്പറ് പോകാൻ വേണ്ടി തിരക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചൂരൽമല ടൗണിനോട് വിട പറയാം. ഓക്കെ. ഇവര് സജീവ അല്ലേ? സ്ഥലം ഒഴിവാക്കില്ല. അവര് വിളവെടുക്കാനൊക്കെ കാപ്പി. അപ്പോൾ ഈ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ വീട് കിട്ടുമോ? പുതിയ എല്ലാവർക്കും വീടില്ലല്ലോ. നിങ്ങൾക്കുണ്ടോ? ഒഴിപ്പിച്ചു പോയില്ല. പിന്നെ എന്തുകൊണ്ടാണ്? നമ്മള് വാടകയ്ക്കായിരുന്നു. വാടകയ്ക്കായിരുന്നു. നിങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ട് വീടില്ലേ? ഇല്ലല്ലോ, നമ്മള് ജനിച്ച അന്ന് മുതൽ ഇന്നുവരെ വാടകയ്ക്കാണ്. വാടക. അവിടെ ജനിച്ചത് അവിടെ തന്നെ. ഈ ദുരന്തത്തിന് ശേഷമാണ് നിങ്ങൾ ഈ കട തുടങ്ങി? അല്ല, അതിന് മുമ്പ്? കട മുമ്പ് ഉണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്നല്ലേ? പിന്നെ അതിന് തുടങ്ങി. വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ, അപ്പോൾ നിങ്ങൾ ആ വാടകയ്ക്ക് താമസിച്ച വീടെല്ലാം പോയിരുന്നു? ആ, വീട് പിന്നെ എസ്റ്റേറ്റ് പാടിയാണ്. ആ, പാടിയാണ്. പക്ഷെ ആദ്യം ഒരു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പിന്നീട് സ്വന്തമായിട്ട് പാടിയല്ലാതെ വീടുണ്ടായിരുന്ന അവർക്ക് ഒഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. പോയി. അപ്പോൾ അവർക്കൊന്നും വീട് കിട്ടൂല. പുതുതായിട്ട് അവർക്കൊക്കെ വീട് കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് കൊടുക്കുന്നുണ്ട്. ആ, നമുക്കല്ലാത്തത് വാടക ആയിട്ടുള്ള. അതുകൊണ്ട് നമ്മളിപ്പോൾ പോയി നമുക്ക് എവിടെയും കിട്ടാതായി. മറ്റേ നമ്മൾ പാടിയിലൊക്കെ ആകുമ്പോൾ 500 ഉറുപ്പിക കൊണ്ട് നമുക്കൊരു മാസം നിലനിൽക്കുന്നു. ഇപ്പോൾ കണ്ടമാന വാടകയും. ഇപ്പോൾ ഈ ബേലിപ്പാലത്തിന് അങ്ങോട്ടേക്ക് ആരുമില്ല, വിശ്വാസമില്ല. ഈ പണിയർ മാത്രമേ ഉള്ളൂ, ആദിവാസികൾ മാത്രമേ. ഇപ്പോൾ ഇവര് അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മൾക്ക് അവിടെ പോലും കാര്യമില്ല. ശരി, നമ്മളെന്തായാലും സമ്മതിക്കില്ല ഞാൻ നിൽക്കാൻ. ശരി, പാടിയില്ലല്ലോ. അതെ, ശരി. ജോലി ഉണ്ടായിരുന്നു ഇല്ല. ഈ ഫാക്ടറി അപ്പുറത്തല്ലേ? ആ, ഫാക്ടറി അവിടെ ഉണ്ട്. അത് എവിടെ ഫാക്ടറി നമ്മൾ പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിട്ടായിരുന്നു. ചൂരൽമല ബേലിപ്പാലം വരെ നമുക്ക് പോകാൻ പറ്റിയുള്ളൂ. അതിനങ്ങോട്ടേക്ക് അവർ പോലീസുകാർ വിടുന്നില്ല, അവിടെ സ്ട്രിക്റ്റാണ്. ബേലിപ്പാലത്തിന് അങ്ങോട്ടേക്ക് ആരും താമസമില്ല എന്നാണ് പറഞ്ഞത്. അവിടെ കുറച്ച് ആദിവാസികൾ മാത്രമേ താമസമുള്ളൂ. അപ്പോൾ അതിനങ്ങോട്ടേക്ക് ആരുമില്ല. അങ്ങോട്ടേക്ക് വെളിയിൽ നിന്ന് വരുന്ന ആർക്കും പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ ചൂരൽമല ടൗണ് കണ്ടു, സ്കൂള് കണ്ടു, ബേലിപ്പാലം കണ്ടു, തിരിച്ചു പോവാന്ന്. തിരിച്ച് നമ്മൾ എങ്ങോട്ടേക്കാണ്? അല്ല, കൽപ്പറ്റ. മേപ്പാടി വഴി കൽപ്പറ്റയാണ്. അതിനിടയിൽ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉണ്ട്. ഒക്കെങ്കിലും അത് കാണാന്നുള്ള ഐഡിയയിലാണ് പോകുന്നത്. 2 കിലോമീറ്റർ ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ്. പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് നോക്കിയിട്ട് കണ്ടിട്ട് പോകാം. മലയാളം ലിമിറ്റഡ് HML അന്നാണ് അത് എന്റെ അതിന് മുന്നേ പിന്നെ മലയാളം പ്ലാന്റേഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വെള്ളക്കാരുടെ കാലത്തുള്ള വെള്ളക്കാരുടെ എക്സ്ട്രാ ആയിരുന്നു.
വെള്ളക്കാരുടെ എസ്റ്റേറ്റ് ആയിരുന്നു. വെള്ളക്കാർ ഇവിടുന്ന് പോയ സമയത്ത് അവർ ഇങ്ങനെ കൊടുത്തിട്ട് പോയതാണ്. അവർ കൊടുത്ത് പിന്നെ അവർ ഇവിടുന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം വിട്ടു പോയല്ലോ. അപ്പം അതിനുശേഷം സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് ഗൈസ് ഇത് കാണുന്നത്, പുറകിൽ കാണുന്നത്. വയനാട് ജില്ലയുടെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. ഇപ്പോഴും ഇവിടെ ആളില്ല, ആരുമില്ല. വെക്കേഷൻ ടൈമിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസാണ്. ഇതാണ് വരുന്ന വഴി, ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ഇവിടെ കയറി 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 മുകളിലെത്തണേ. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നമ്മൾ തിരിച്ചു നടക്കും. വയനാട് ജില്ലക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരദാനാണ്. അതിമനോഹരമായ ദൃശ്യം. വെള്ളം കുറവാണെങ്കിലും ചൂരൽമലയുടെ ആ പുഴ തന്നെയാണ് ഇത്. നമ്മൾ മുന്നേ കണ്ടപ്പോൾ ഇതേ പുഴ തന്നെയാണ്. മനോഹര ദൃശ്യമാണ്. ഈ കോണി കയറി തിരിച്ചു പോകണം. അങ്ങോട്ട് ഇറങ്ങി വരാനുള്ള കോണിയാണ്. ആ കോണിയിൽ നിന്ന് കയറി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ദൃശ്യമാണ് ഇത്. കണ്ട പ്രകൃതി ദുരന്തം നടന്ന സമയത്ത് ഒഴുകി വന്ന മരങ്ങളിലെല്ലാം അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇതിനിടയിലെല്ലാം ഇടുക. ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ പീസ് കിടക്കുന്നുണ്ട്. വലിയ വലിയ മരത്തടികളിൽ കാണുന്നുണ്ട്. നിർമ്മിച്ച അപ്പോൾ ഇതിൻ്റെ ഇവിടം വരെ വെള്ളം ചളിയുണ്ട്. പാറയിൽ ചളി അതിലേ ഒഴുകി വന്നല്ലേ. ചൂർമല പോയി അവിടെ ഒരു ഭയങ്കര ഭീകര ദൃശ്യം തന്നെ. ഇതൊക്കെയായാലും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. ഇതാണ് ഇവിടുത്തെ ഗാർഡാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇതാ 2 മേഡമുണ്ട്, ഒരാളുണ്ട്. അഥവാ നമ്മൾ വെള്ളത്തിൽ പോയാൽ ഇവർ നമ്മളെ സംരക്ഷിക്കും. ശരി എന്നല്ലേ. പാറ വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുവാണ്. ഇനി കയറ്റാണ് കേട്ടോ, അങ്ങോട്ട് മുഴുവൻ കയറ്റാം. ഈ വയസ്സാം കാലത്ത് നമ്മൾ കയറ്റം കയറി പോകണം. പിന്നെ ചൂടില്ല കേട്ടോ, വെയിലും കുറവുണ്ട്. സമയം 2 മണി ഇല്ല 1:15 ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ചൂടോ വെയിലോ ഒന്നുമില്ല, ചെറിയൊരു ഇളം തണുപ്പുണ്ട്. അതുകൊണ്ട് നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ കയറ്റം കയറണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ട ഡെസ്റ്റിനേഷൻ. വഴികൾ കണ്ടോ, കുറച്ച് ദുർഘടം പിടിച്ച വഴികളാണേ. കുട്ടികളെയും പ്രായമായവരെയും കൊണ്ടുവരാൻ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവിടുന്ന് വീണാൽ അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വലിയ കൊല്ലിയാണ് കേട്ടോ, വലിയ താഴ്ച. അല്ലെങ്കിൽ കമ്പിവേലിയുണ്ട്, സുരക്ഷിത കമ്പിവേലിയുണ്ട്. താഴോട്ട് പോകാൻ സാധ്യത കുറവാണ്. എങ്കിലും നടന്നു വരുന്ന വഴി കുറച്ച് ദുർഘടം പിടിച്ചാണ്. വിട്ടുപോയത് വാട്ടർഫാൾസ് എവിടെയാണ്? സൗണ്ട് കേട്ടില്ല ഇവിടെ. അതിൻ്റെ താഴെ തന്നെ അല്ലേ? 2 വേറെ ഉണ്ട് അല്ലേ? 3 ഫാൾസാണ് മൊത്തം. അതെയോ? അടയ്ക്ക് അല്ല. അപ്പോൾ
സൂചിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ മറ്റ് 2 ഫാൾസും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ അതിലേക്ക് പോകുന്ന വഴി വേറെ അല്ലേ? അതിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇടിഞ്ഞ് നാശമായിട്ട് ഇപ്പോൾ ആകെ ഫോറസ്റ്റ് ഇതിലേക്ക് മാത്രമേ വിടുന്നുള്ളൂ. അതെയോ? അപ്പോൾ 2 ബ്ലോക്ക് ആണെന്നല്ലേ? 2 ബ്ലോക്ക്. അതിലേക്ക് ഇറങ്ങാൻ വഴികളൊന്നുമില്ല. സൗണ്ട് കിട്ടില്ല. സൗണ്ട് വരുന്നുണ്ട്. അവിടെ ഏതാന്ന് 2ാമത്തെ ഫാൾസ് തോന്നുന്നു. വേണ്ട, ആ കാട്ടിൻ്റെ ഇടയിലേക്ക് കൂടെ നമ്മൾ ചെറുങ്ങനെ കാണുന്നുണ്ട്. ഇതാ 2ാമത്തെ ഫാൾസ് അല്ലേ? അപ്പോൾ അത് അവിടത്തേക്ക് പോകാൻ നമുക്ക് വഴിയില്ല. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് വേറൊന്നുള്ളത് അല്ലേ? അത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ താഴെയായി കയറ്റം അതികഠിനം തന്നെയാണ്. തിരിച്ചു പോക്ക് കുറച്ച് ദുഷ്കരമാണെന്നല്ലേ? ഇത്ര ഹൈറ്റിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റാണ്. വെള്ളത്തിൻ്റെ സൗണ്ടാണല്ലേ? സൂചിപ്പാറ എന്താന്ന്? സൂചിപ്പാറ സൂചിപ്പാറ അല്ലേ? സൂചി സൂചി അങ്ങനെയാണ് അതിനാ പേര്. വാഷ്റൂം ഉണ്ട് കേട്ടോ. വരുന്നവർക്ക് ലേഡീസിന് വേറെ ജെൻസിന് വേറെ ആയിട്ട് തന്നെ ഉണ്ട്. അതൊരു ഉപകാരമാണ്. ഏതായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തൊരു നല്ലൊരു ഉപകാരം അതല്ലേ? 150 രൂപ മേടിക്കുന്നില്ലേ? അതെ, 150. അപ്പോൾ ഇത് ഇത്രയൊന്നും ചെയ്താൽ പോരാ, നമുക്ക് ഫ്രീ ഫുഡും കൂടി വേണമല്ലേ? 150 രൂപയാണ് മക്കളെ ചാർജ്. ഒരാൾക്ക് 150 രൂപ. അതും നമ്മൾ കഷ്ടപ്പെട്ട് കയറി ഇറങ്ങി വരുവും വേണം. നടക്കണം, 2 കിലോമീറ്റർ നടക്കണം. എല്ലാം വേർത്ത് കുളിച്ച് ഇതാ വേർത്തില്ലേ? പക്ഷെ വെയിലിന്റെ ചൂടറിയുന്നില്ല. ചൂടറിയുന്നില്ല, വെയിലിന് ചൂടറിയുന്നില്ല. വെയിലില്ല, ഫോറസ്റ്റിന്റെ നടുവിലാണ്. അതെ. പിന്നെ ഈ മഴക്കാറുണ്ട്, അതുകൊണ്ട് വെയിലും ഇല്ല. ചെറിയൊരു തണുപ്പുണ്ട് ഇല്ലേ? തണുപ്പുണ്ട്, കൂളിംഗ് ഉണ്ട്. എന്നാന്ന് പുള്ളിക്കാരൻ അവിടെ പോയി നോക്കുക. എന്നാ അവിടെ എന്തുകൊണ്ടാ കാണേ? ഭയങ്കര കൊല്ലിയല്ലേ? എല്ലാം ഭയങ്കര കൊല്ലിയാന്ന്. വീണാലങ്ങ് ഒരു 100-200 അടി താഴെ എത്തുക. നമ്മൾ തിരിച്ചെത്തി കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലം. നടന്ന് നമ്മളിവിടെ എത്തി. സൂചിപ്പാറ വാട്ടർഫാൾസ്, കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്, സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ. കുറച്ച് ആൾക്കാർ വരുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ വെയിൽ താണു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും. വൈകുന്നേരത്തേക്കാളുണ്ടാവും. കുറച്ച് വാഹനങ്ങളെല്ലാം വന്നിട്ടുണ്ട്, കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. വെയിൽ താഴ്ന്നതിന് ഇവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ വണ്ടി ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അതാണ് സൂചിപ്പാറ വാട്ടർഫാൾസ്. ടിക്കറ്റ് അഡൾട്ട് 150, സ്റ്റുഡൻസിന് 50, വിദേശികൾ 300, ക്യാമറ 35 ഉണ്ട്, വീഡിയോന് 301. പാർക്കിംഗ് ഫീസ് വെഹിക്കിൾ, ഹെവി വെഹിക്കിൾ 100, ബാക്കിയെല്ലാം ഇതേമാതിരി. നിരുചക്ര 10 ഉണ്ട്, ഓട്ടോറിക്ഷ 15, ജീപ്പ് 49. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ സൂചിപ്പാറ വാട്ടർഫാൾസിൽ. കാപ്പിപ്പൊടിയൊന്നുമില്ല, കാപ്പിപ്പൊടി മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇതാ. ഇവിടെ വേറെ ടിക്കറ്റ് കൗണ്ടർ, ഇത് വേറെയാ അല്ലേ? അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഇതല്ലേ? അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ആണ്. ഇതൊന്നും ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിലും കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങൾ. ഇവിടെ ഒരു 3D അനിമേഷൻ ഉണ്ട്. എന്താണ്? വണ്ടർ വേൾഡ് റിയാലിറ്റി ഷോ ആണിത്. ഇവിടെ ഒരു പെറ്റ് സോൺ ഉണ്ട്. ഇതിലേ കൂടി നടന്ന് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. താഴെ ഇറങ്ങി അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ഊഞ്ഞാലുണ്ട് ആടെ. ഇതെല്ലാം ഭയങ്കര ഡേഞ്ചറാണ്. കസേര മാതിരിയുള്ള കണ്ട. അതിനൊരു സേഫ്റ്റി ബെൽറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരെ താഴെ പോകും. നമ്മളെ പാർക്കിംഗ് ഇവിടെയാണ് താഴെ. സൂചിപ്പാറ വാട്ടർഫാൾസ് നമ്മൾ തിരിച്ചു പോകാന്ന്.
ഇനി നേരെ ഇവിടത്തേക്കാണ് കൽപ്പറ്റയിലേക്കാണ് പോകുന്നത്. കൽപ്പറ്റ മാനന്തവാടി, കൽപ്പറ്റ മാനന്തവാടി, പിന്നെ മറ്റേ എന്തൊക്കെയാവും വള്ളിയൂർക്കാവ് പോയി തിരിച്ചു തേയിലത്തോട്ടത്തിനുള്ളിൽ. ചായത്തോട്ടത്തിന്റെ മനോഹാരിതയാണ്. ചായത്തോട്ടത്തിന്റെ മനോഹാരിതയാണ് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാകുന്ന സമയം 2 മണി ആയി. ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പുണ്ട്. സൂചിപ്പാറ കണ്ട് ക്ഷീണിതനായിട്ടാണ് നമ്മൾ വരുന്നത്. സൂചിപ്പാറയിൽ ഇറങ്ങി 4 കിലോമീറ്റർ നടന്നു അപ്പ് ആൻഡ് ഡൗൺ. 4 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നടന്നിട്ടാണ് വരുന്നത്. അപ്പം നല്ല വിശപ്പായി. തേയിലത്തോട്ടത്തിന്റെ മനോഹര ദൃശ്യം. ബസ് പോകുന്നു, KSRTC ബസ് പോകുന്നുണ്ട് താഴെ കൂടി. നമ്മളിനി ആ റോഡിലെത്തണം അല്ലേ? അല്ല, അത് അങ്ങോട്ടേക്ക് ചുരുൾമലക്ക് പോകുന്നു. നേരെ ഓപ്പോസിറ്റ് നമ്മൾ റൈറ്റിലേക്ക് കൽപ്പറ്റ മേപ്പാടി. അടിപൊളി ദൃശ്യമല്ലേ? നല്ല തേയിലത്തോട്ടം സ്റ്റെപ്പായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കാണാം. നല്ല പ്രകൃതി മനോഹരമായ ദൃശ്യം അല്ലേ? പ്രകൃതി മനോഹാരിത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതെ, ഇതൊരു രസമാണ് കാണാൻ. നോക്കിയാൽ തേയിലത്തോട്ടത്തിന്റെ ഇതേതാണ് എസ്റ്റേറ്റ്? ഇത് സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് എന്ന് പറയും. സെന്റിനൽ റോക്ക് സൂചിപ്പാറ എസ്റ്റേറ്റ് അല്ലേ? സൂചിപ്പാറ എസ്റ്റേറ്റ്, സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ്. ഹൈസെക്സ് മലയാളം ലിമിറ്റഡ് കമ്പനീന്റെ. പിന്നെ പ്രകൃതി ഭംഗി കൊണ്ട് കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയാം. റോഡ് നന്നായി വികസിച്ചത്. മലയോര ഹൈവേ അല്ലേ? മലയോര ഹൈവേന്റെ ഭാഗമായി റോഡിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ ലയം എന്ന് പറയുന്ന സംഭവം. അതാണ് പാടി അല്ലേ? അതെ, ഒന്ന് കാണിച്ച പാടി എസ്റ്റേറ്റ് ജീവനക്കാർ പാടിയാണ്. തൊഴിലാളികളുടെ ലയം പണ്ടത്തെ കാലത്ത് ലയം എന്നാ പറയാം. പാടികൾ, എസ്റ്റേറ്റ് പാടികളാണ് ഈ കാണുന്നതൊക്കെ. എസ്റ്റേറ്റ് പാടികൾ ഇതിന്റെ നടുവിലൊക്കെ കാണുന്നതൊക്കെ ഈ കാണുന്ന എല്ലാം അല്ലേ? അതെ, തൊഴിലാളികൾക്ക് പണ്ട് കാലത്ത് താമസിക്കാൻ. ഇന്നിപ്പം താമസക്കാർ വളരെ കുറവാണ്. പുറത്തൊക്കെ അധികം ആൾക്കാരും വീടുകളൊക്കെ സ്വന്തമായിട്ട്. കോട്ടേജുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കോച്ചന്റെ പണി തുടങ്ങിയില്ലേ? ഇനി മഴക്കാലമായാലും നല്ല സ്ട്രോങ് ആയിരിക്കണ്ടേ? ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലല്ലോ. വഴിയിൽ നമ്മൾ ഇവിടെ പോലീസ് ക്യാൻറ്റീനിൽ കയറി കേട്ടോ, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. പോലീസ് ക്യാൻറ്റീനിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഇനി അങ്ങ് വള്ളിയൂർക്കാവിലേക്ക് പോകാമെന്ന്. വള്ളിയൂർക്കാവ് ഇതാണ് ഇവരെ പോലീസ് ക്യാൻറ്റീൻ. വയനാട് കേന്ദ്രീയ പോലീസ് കല്യാൺ ഭണ്ഡാർ സബ്സിഡി ഭണ്ഡാർ, വയനാട്. നിലമ്പൂർ നമ്മൾ ഇരിട്ടിന്ന് വരുന്ന ബസ്സാട്ടത്. ഇരിട്ടി നിലമ്പൂരിലെ എത്ര മനോഹരമായ സിറ്റിയാണ്. ഇത് വയനാട്ടിലത്തെ പഴയകാല തുണിക്കടയാണ്. സിന്ധൂർ. നമ്മുടെ നാട്ടുകാരാണ്, ചിറ്റാരിപ്പറമ്പുകാരാണ് അവർ ഒറിജിനലി. അവരുടെ പഴയ ഷോപ്പാണ് ദേവി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. പേര് മാറ്റി സിന്ധൂറാക്കി. അപ്പം നമ്മൾ വള്ളിയൂർക്കാവിൽ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പിൽ ഒരു ചായ കുടിക്കാന്ന് വെച്ച് കയറിയതാണ് കേട്ടോ. ഇതാ നമ്മൾ ഈ ഒരു തേൻ മുട്ടയാണ് കഴിച്ചത്. വന്ന കടി നെയ്യപ്പമുണ്ട്, പരിപ്പ് വടിയുണ്ട്, ഉഴുന്ന വടിയുണ്ട്. അപ്പോൾ നെയ്യപ്പം ഉണ്ട്. മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോകുന്ന വഴിയിൽ മാനന്തവാടിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ
ജനങ്ങൾ വന്ന് ഭഗവതിയെ വണങ്ങുന്ന ക്ഷേത്ര ദർശനം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ വയനാട്ടിലുള്ള വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. വയനാട്ടിലുള്ള ആദിവാസി ഗോത്ര സമൂഹക്കാർ കുലദേവതയായിട്ടാണ് വള്ളിയൂർക്കാവ് അമ്മയെ കാണുന്നത്. അവരുടെ കുലദേവതാ ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രം. ബ്രാഹ്മണരും നായരും നമ്പ്യാരും ആദിവാസി ഗോത്ര സമൂഹവും എല്ലാം ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി കൊണ്ടാടുന്ന ഒരു ക്ഷേത്രോത്സവമാണ് വള്ളിയൂർക്കാവ് മഹോത്സവം. 14 ദിവസത്തെ ഉത്സവ ആഘോഷങ്ങളാണ്. നാളെയാണ് ഇതിൻ്റെ സമാപനം കുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. മീനം 1 മുതൽ 14 വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഗംഭീര ഉത്സവമാണ്. ട്രേഡ് ഫെയർ എല്ലാം ഉണ്ട്. പലഹാരങ്ങൾ ഇഷ്ടം മതി. ചേട്ടാ ഒന്ന് മാറിയ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ പിടിച്ചോട്ടെ. അടിപൊളി പലഹാരങ്ങളുണ്ട്. നമ്മളിപ്പോൾ അവിടുന്ന് കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പലഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. മുള ഉണ്ട്, നല്ല അടിപൊളി മുള. നമ്മൾ ഈ ദൂരെ കാണുന്നത് കബനി നദി. ഇവിടെ 3 ഭാവങ്ങളിലാണ് ദേവി കുടികൊള്ളുന്നത്. കബനി നദിയിൽ ജലദുർഗയായും മേലേക്കാവിൽ വനദുർഗയായും താഴേക്കാവിൽ ഭദ്രകാളിയായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് താഴേക്കാവ്. മേലേക്കാവിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വയനാട്ടിലെ പ്രാചീനവും ചരിത്രപ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റ റൂട്ടിൽ ഏകദേശം 3 കിലോമീറ്റർ മാറി കബനി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് താഴേക്കാവ് ക്ഷേത്രം. കേരളത്തിലെ എണ്ണപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നാണ് വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. വനദുർഗ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് ഗുളികൻ പ്രതിഷ്ഠയും അതേപോലെ മലക്കരി പ്രതിഷ്ഠയും ഉള്ളത്. വയനാട് ജില്ലയിലെ ഗോത്ര സമൂഹങ്ങളുടെ അതായത് കുറിച്യ കുറുമ വിഭാഗക്കാരുടെ ആരാധനാ ദേവതയാണ് ശ്രീ മലക്കരി. മഹാദേവന്റെ അവതാരമായിരിക്കുന്ന മലക്കരി ക്ഷിപ്ര പ്രസാദിയാണ്. മലക്കരി വേണ്ടപ്രകാരം ഉപചാരം അർപ്പിച്ചാൽ സർവ്വപ്രകാരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി തങ്ങളെ പൊന്നുപോലെ നോക്കും എന്നതാണ് ഗോത്ര സമൂഹം വിശ്വസിക്കുന്നത്. മേലേക്കാവിൽ വനദുർഗയും കീഴക്കാവിൽ ഭദ്രകാളിയും കബനി നദിയിൽ ജലദുർഗയും ഇങ്ങനെ 3 ഭാവങ്ങളിൽ ദേവി കുടികൊള്ളുന്നു. മാനന്തവാടിക്കടുത്തുള്ള പാണ്ടിക്കടവ് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പോർക്കലി ദേവിയുടെ തിരുവായുധമായ നന്ദകവാൾ കുത്തുവിളക്കിൻ്റെയും ഒറ്റച്ചണ്ടയുടെയും ആരവത്തോടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് താഴേക്കാവിലെ മണിപ്പുറ്റിലെ വാളറയിൽ വെക്കുന്നതോടെ ഉത്സവത്തിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാടന്മാരായ 4 വീട്ടിൽ നമ്പ്യാന്മാർ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകും വഴി കബനി നദിക്കരയിൽ വിശ്രമിച്ചു. വിശ്രമാനന്തരം യഥാവിധി പൂജിച്ച് മൺപുറ്റിന് മുകളിൽ വെച്ച വാൾ കാണാതായി. അവർ പരിഭ്രമിച്ചു. ഈ സമയം ഒരു ഇടയ ബാലൻ സമീപത്തെ ചെറിയ കുന്നിൻ മുകളിലെ മരവള്ളിയിൽ വാൾ തൂങ്ങിക്കിടക്കുന്നതായി കണ്ട കാര്യം പറഞ്ഞു. അവിടെ എത്തിയ വെളിച്ചപ്പാടന്മാർ വാളിനെ കൈയോർത്തി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഉയർന്നു പോയിക്കൊണ്ടിരുന്നു. അത്ഭുതകരമായ ഈ ദൃശ്യം കണ്ട് അമ്പരന്നുപോയ വെളിച്ചപ്പാടന്മാർ നിസ്സഹായ സ്വരത്തിൽ വള്ളിയൂരമ്മ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും പ്രാർത്ഥന നിഷ്ഫലമായി. അവരുടെ ആവലാതി കരപ്രമാണിമാരായ എടപ്പന നായരെയും വേമോത്ത് നമ്പ്യാരുടെയും അരികിലുമെത്തി. നായരും നമ്പ്യാരും സ്ഥലത്തെത്തിയപ്പോഴും വാൾ പഴയപടി വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നതായി കണ്ടു. അവർ വള്ളിയിൽ തൊടാൻ തുടങ്ങിയപ്പോൾ വാൾ താഴെ വീണു മണ്ണിൽ കുത്തി നിന്നു. ഇത് ഒരു സാധാരണ കാര്യമല്ലെന്ന് മനസ്സിലാക്കിയ അവർ വയനാട്ടിൻ്റെ ഭരണാധികാരിയായ കോട്ടയം രാജാവിൻ്റെ സന്നിധിയിലെത്തി വിവരം ധരിപ്പിച്ചു. വെളിച്ചപ്പാടന്മാരുടെ വാൾ തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് രാജാവ് എഴുന്നള്ളി. ആ സമയത്ത് വെളിച്ചപ്പാടിൻ്റെ അരുളപ്പാടുണ്ടായി. ഈ പ്രദേശത്ത് 3 വ്യത്യസ്ത ദിക്കുകളിൽ കുടിയിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വള്ളിയിൽ നിന്ന് വാൾ ഊരി വീണ് കുത്തിനിന്ന സ്ഥലത്ത് വനദുർഗയായും താഴെയുള്ള നീരൊഴുക്കിൽ ജലദുർഗയായും അതിന് രണ്ടിനുമിടയിൽ ഭദ്രകാളിയായും 4 സമുദ്രങ്ങളിലേക്കും തുറക്കുന്ന ഒരു ക്ഷേത്രവും എനിക്ക് വേണം. മഴയും വെയിലും ഏൽക്കും വിധം മേൽക്കൂരില്ലാതെ തുറന്നിരിക്കണം പ്രതിഷ്ഠ. പിന്നീട് കോട്ടയം രാജാവ് പ്രതിഷ്ഠയ്ക്കായുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഈ കാണുന്നത് മേൽക്കൂരിയില്ലാത്ത വനദുർഗാ ക്ഷേത്രം. നിത്യപൂജയ്ക്കുള്ള ചുമതല ചേരങ്കോട് നമ്പൂടിക്കും എടപ്പന നായർക്കും പേമത്ത് നമ്പ്യാർക്കുമായി കൽപ്പിച്ചു നൽകി. ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കോട്ടയത്തെ എളങ്കർ രാജാവാണ്. വള്ളിയിൽ തൂങ്ങിക്കിടന്ന വാൾ കോട്ടയം സ്വരൂപത്തിൻ്റെ പരദേവതയായ ശ്രീ പോർക്കലിയുടെ സാന്നിധ്യമുള്ള പള്ളിയറയിൽ സൂക്ഷിക്കുവാനായി നിർദ്ദേശിച്ചു. വാൾ ഇപ്പോഴും സൂക്ഷിക്കുന്നത് അവിടെ തന്നെയാണ്. നേമോത്ത് നമ്പ്യാരെയാണ് ക്ഷേത്രം നടത്തിപ്പിന് ചുമതലപ്പെടുത്തിയത്. വള്ളിയൂർക്കാവ് ക്ഷേത്രം നടത്തിപ്പിനും ചെലവിനുമായി ഏകദേശം 3000 ഏക്കറോളം ഭൂമി രാജാവ് കൽപ്പിച്ചു നൽകി. വാള് കണ്ടുപിടിച്ച ആദിവാസി ബാലന് പ്രത്യേക അവകാശവും നൽകി.
ചെറിയ ജനങ്ങളെന്നറിയായ നമ്മളെ മാമാനിക്കുന്ന് ക്ഷേത്രം മാതിരി ഒരു ക്ഷേത്രം അല്ലേ? ചെറിയൊരു ക്ഷേത്രം, ദേവി ക്ഷേത്രം അല്ലേ? ഭഗവതി ക്ഷേത്രം. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ദൂരെ നല്ല രസമായിട്ട്. രാത്രി എന്തല്ലോ കലാപരിപാടികളെല്ലാം ഉണ്ടല്ലോ അല്ലേ? രാത്രി സ്റ്റേജ് പരിപാടിയെല്ലാം ഉണ്ട്. വലിയ മക്കൾ പ്രാർത്ഥിക്കുക. അല്പസമയത്തിനൊക്കെ തന്നെ വയനാട്ടിൽ നമ്മളൊന്ന് എക്സിബിഷനിൽ കയറി. എക്സിബിഷൻ മൂപ്പറ് ഏറ്റെടുക്കുന്നുണ്ട്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടിക്ക് ടിക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? മുതിർന്നവർക്ക് മാത്രമേ ഉണ്ടാവും അല്ലേ? കുട്ടിയൊക്കില്ലല്ലോ, മുതിർന്നവർക്കല്ലേ ഉള്ളൂ. തന്നെ ചെടികളാണ് കാണുന്നത്. പൂക്കളില്ല, വെറും ചെടികളേ ഉള്ളൂ എക്സിബിഷനിൽ. സോ കത്തിയുണ്ട്. അടിപൊളി കാഴ്ചയാണ്. ഇഗ്വാന അല്ലേ? ഗ്രീൻ ഇഗ്വാന അല്ലേ? ഇതിനെത്രയാ ഇത് വിൽക്കാൻ വെച്ചേ? വിദേശീയ പക്ഷികളുടെ കാഴ്ചയാണല്ലേ? മലബാർ
പിന്നെ മൂന്നാക്കി വെച്ചു. ഏത് ഇതല്ല അനുഗ്രഹിക്കുന്ന